മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയുമ്പോൾ കേരളം നടുങ്ങിയ ഒരു ദുരിതമുഖത്തെ അതിജീവിച്ച, കേരളം നടുങ്ങിപ്പോയ ഒരു രാത്രിയെ അതിജീവിച്ച് വന്നിട്ടുള്ള മനുഷ്യരാണ് ആ ക്യാമ്പിലുള്ളത്. ആർക്കും ഉറങ്ങാനാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളം ഉറങ്ങാതെ അവർക്കൊപ്പം കൂട്ടിരിക്കുകയാണ്. അർജുൻ, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമ്പിലുള്ള ഏകദേശം എല്ലാവരും തന്നെ ഉറങ്ങാതെ ഉറ്റവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നാടിന് ഉറങ്ങാൻ വേണ്ടി കഴിയില്ല. ഇന്ന് രാത്രി എങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ വേണ്ടി കഴിയുക എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒരു വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഈ ക്യാമ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഉറ്റവരെ നഷ്ടപ്പെട്ട ബന്ധുക്കൾ, അതുപോലെ തന്നെ ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവ്, ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യ, മക്കളെ നഷ്ടപ്പെട്ട അച്ഛൻ, അങ്ങനെ അമ്മ, അങ്ങനെ ബന്ധുക്കളെ തേടുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ ക്യാമ്പിൽ ഇപ്പോഴും ഉറങ്ങാതെ തൻ്റെ ബന്ധുക്കളെ തേടിക്കൊണ്ട് നിൽക്കുകയാണ്. ഓരോ തവണ ഓരോ ഫോൺ കോളുകൾ അവരിലേക്ക് എത്തുമ്പോഴും അവരെല്ലാം പ്രതീക്ഷയോടുകൂടി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. പക്ഷേ അവർക്കൊക്കെ പലപ്പോഴും ഉറ്റവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പലരും ഇപ്പോഴും ആ മണ്ണിനടിയിൽ കിടക്കുകയാണ്. പല ആൾക്കാരുടെയും മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിനും ഇന്ന് ഉറക്കമില്ലാത്തൊരു രാത്രിയാണ്. നടുക്കത്തോടു കൂടി മാത്രം കടന്നു പോകുന്ന ഒരു രാത്രിയാണ് മേപ്പാടിയിലും കാണാൻ വേണ്ടി കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോഴും നിരവധിയായിട്ടുള്ള ഈ മേഖലയിൽ ചൂരൽമല, അതുപോലെ തന്നെ വെള്ളാർമല, മുണ്ടക്കൈ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നെല്ലാം ഈ ദുരിതത്തിൻ്റെ ഭാഗമായി അവിടെ നിന്നും അതിജീവിച്ചെത്തിയിട്ടുള്ള അവരെല്ലാം പരിക്കേറ്റവരുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും ഈ ക്യാമ്പിൽ ഇപ്പോഴും കഴിയുകയാണ്. നമ്മളിപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ ഓരോ മുറികളിലൂടെ അല്ലെങ്കിൽ മുറികൾക്കരികിലൂടെയും സഞ്ചരിക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാഴ്ച അതീവ ദയനീയമാണ്. കൊച്ചുകുട്ടികളെയൊക്കെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ മാമൻ വരും, അല്ലെങ്കിൽ ചേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ ഈ പരിക്കേറ്റ് ഇവിടേക്ക് എത്തുന്നവരെല്ലാം ചികിത്സിച്ച്, അല്ലെങ്കിൽ അവർക്കെല്ലാം ചികിത്സ നൽകുന്ന ക്യാമ്പുകൾ കൂടി ഈ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഭക്ഷണത്തിന് ഒരു കുറവുമില്ലാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ആ മേഖലകളിൽ ഒരുങ്ങുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഒട്ടനവധി പേർ, അത് വയനാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് തുടങ്ങി മലപ്പുറം ജില്ലകളിൽ നിന്ന് തുടങ്ങി നിരവധിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സാമഗ്രികളുമായി എത്തുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി അല്പസമയം മുമ്പ് ഇവിടത്തേക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എത്തിയിരുന്നു. അല്പസമയത്തിന് ശേഷം റവന്യൂ മന്ത്രി കെ രാജനും ഇവിടെ മേപ്പാടിയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഈ മേപ്പാടിയിലാണ്. തൊട്ടടുത്തുള്ള LP സ്കൂളിനകത്തും ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് മേപ്പാടിയിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പാണ്. ഇപ്പോഴെന്തായാലും ഭക്ഷണങ്ങൾ ഒക്കെ പാചകം ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ തയ്യാറായിട്ടുണ്ട്. ഏതു സമയത്തും ഈ ക്യാമ്പിലേക്ക് എത്തിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും കൃത്യമായ തോതിലുള്ള ഭക്ഷണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പാടായിട്ടുണ്ട്. എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഒരു കുറവുമില്ലാത്ത രീതിയിൽ നിരവധിയായിട്ടുള്ള ആൾക്കാരൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട്. വസ്ത്രങ്ങളും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഓർഡർ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിനൊന്നും ഒരു കുറവുമില്ല. ഭക്ഷണം വന്നുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ കയറ്റുന്നില്ല. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ കൊടുക്കണുള്ളൂ. ഒരുപാട് ആൾക്കാർ പല ജില്ലകളിൽ നിന്നും, കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഒരുപാട് സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. വണ്ടി കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടാത്ത പ്രശ്നമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ക്യാമ്പിൽ ഇവിടുത്തെ ഭക്ഷണം മാത്രമേ കൊടുക്കണുള്ളൂ. പ്രധാനമായും നിരവധിയായിട്ടുള്ള ഈ പറയുന്ന കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നെല്ലാം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാർ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവരോടൊക്കെ പലപ്പോഴായി ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കുവയ്ക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളൊക്കെ കടന്നു വരേണ്ടതുണ്ട്. ഈ സാധന സാമഗ്രികളുമായി ക്യാമ്പിലേക്കൊക്കെ എത്തുന്നവർ ഇത്തരത്തിൽ ഈ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള അറിയിപ്പ് കൂടി ഈ ക്യാമ്പിൻ്റെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ
മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രഥമ പരിഗണന എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനത്തിനാണ്. ക്യാമ്പിൽ യാതൊരുവിധ സാധനങ്ങളുടെയോ അല്ലെങ്കിൽ ഭക്ഷണങ്ങളുടെയോ ഒരു തരത്തിലുള്ള കുറവുകളുമില്ല. ഇപ്പോഴെന്തായാലും ഈ ക്യാമ്പിൽ കഴിയുന്ന എല്ലാവർക്കും കൃത്യമായ തോതിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവരെ കൃത്യമായ തോതിൽ ഓരോ റൂമിലേക്ക് അവർക്ക് ആവശ്യമായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള മുറികളിലേക്ക് മാറിയിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ ക്യാമ്പ് നടക്കുന്ന മേഖലയിലുമുണ്ട്. കാരണം മേപ്പാടിയിലെ ഏത് ഭാഗത്തായിട്ടാണ് ഈ ക്യാമ്പ് ഉള്ളത്? അവിടെ സുരക്ഷിതമായ സാഹചര്യം ആണല്ലോ അല്ലേ? അവിടെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു. എങ്കിലും കാലാവസ്ഥ ഉൾപ്പെടെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ? ഇല്ല, വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഒരു മേഖല തന്നെയാണ് മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി റോഡിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ഒരു മേഖല കൂടിയാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മേപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. ആ മേഖലയിൽ അവിടെയാണ് ഈ മൃതദേഹങ്ങളെല്ലാം എത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ചെയ്യുന്നതും അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബന്ധുക്കൾക്കൊക്കെ വളരെ പെട്ടെന്ന് ആ മേഖലയിലേക്ക് കടന്നു പോവുകയും ഇവരുടെ ബന്ധുക്കൾ ഈ ആശുപത്രിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം അന്വേഷിക്കാനുമൊക്കെ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു ക്യാമ്പ് കൂടിയാണിത്. ചേട്ടാ, എന്താ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക? ഇല്ല, ഫോണിൽ സംസാരിക്കല്ലേ. എൻ്റെ ഉമ്മ അവിടുന്ന് വന്നിരുന്നു പുത്തിച്ചൂരൽ മുണ്ടക്കയിന്ന്. അപ്പോൾ കാണുന്നില്ല ഏത് ക്യാമ്പിലുള്ളതെന്നൊരു ഐഡിയ കിട്ടിയില്ല. ഉമ്മാൻ്റെ പേരെന്താ? ഉമ്മാൻ്റെ പേര് റുക്കിയ. ഉണ്ട്, ഉമ്മ ഇവിടെ പോളിയിലുണ്ടോയെന്ന് സംശയമുണ്ട്. തൊട്ടടുത്ത പോളിയിലെ ക്യാമ്പിലുണ്ടോ? ഉണ്ട്, സംശയം. ആരെങ്കിലും വിളിച്ചിരുന്നോ? അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. ഹലോ, ഇവരിതേപോലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയതാണ്. ഇവരുടെ പലപ്പോഴായി ഈ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് പരസ്പരം ഏത് രീതിയിലാണ് എല്ലാവരുടെയും മൊബൈൽ ഫോണിനകത്ത് ചാർജ് ഇല്ലാത്ത പ്രശ്നങ്ങൾ. പക്ഷേ ഇന്ന് രാവിലെ മുതലേ ഞാൻ മുണ്ടക്കയിലുണ്ടായിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചാനലും മാതൃഭൂമി എല്ലാ ചാനലുകളും എൻ്റെ ഫോണിലേക്കാണ് വിളിച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ഫോണ് ചാർജ് തീരാൻ 2-3 പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇതുവരെ കൊണ്ടുവന്നത്. രാവിലെ റിപ്പോർട്ടർ ചാനലിനും എല്ലാം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് അബ്ദുൾ റസാഖ് മുണ്ടക്കൽ. ഇപ്പോൾ ഉമ്മാനെ വിളിച്ച് പോളിയിലുണ്ടെന്ന് പറഞ്ഞു. പോളിയിലുണ്ട്. അവിടുന്ന് സുരക്ഷിതമായിട്ട് പോളിയും താഞ്ഞിലോട് പോളിയിലുണ്ട്, ഇങ്ങോട്ടെത്തുന്നതിന് മുന്നുള്ള സ്ഥലത്ത്. നിങ്ങളൊക്കെ ആ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായത്? ഞങ്ങൾ വീട്ടിൽ നിന്ന് രാത്രി ശബ്ദം കേട്ട് പേടിച്ച് ഇറങ്ങി ഓടിയതാണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവനോടിരിക്കുന്നത്. വീടിൻ്റെ ചുറ്റുഭാഗത്തും ഒക്കെ കല്ലും മണ്ണും മണലൊക്കെ ഇങ്ങനെ അലമ്പായി കിടക്കുകയാണ്. കുറേ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ കാണാതായിരിക്കുന്ന കുറേ ആളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു പ്രയാസം, ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വൻ ദുരന്തം. നമുക്കിനിയിപ്പോൾ ആര് മരിച്ചാലും കരയാൻ വയ്യ. കാരണം അത്രത്തോളം ഞങ്ങൾ ഇന്നലെ മുതൽ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ പറഞ്ഞു നമുക്ക് രാവിലെ കാണടാ എന്ന് പറഞ്ഞ് പോയതാണ്. ഇന്ന് രാവിലെ ഇതുവരെ അയാൾ ബോഡി വരെ കിട്ടിയിട്ടില്ല. പള്ളിയിൽ വരുമ്പോൾ കാണുമെന്ന് പറഞ്ഞു. രാത്രി പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയതാണ്. ഇങ്ങനെ നിസ്സഹായരായ ഒരുപാട് മനുഷ്യർ, അതായത് ഇന്നലെ കാണാമെന്ന് പറഞ്ഞ് പിരിയുകയും പക്ഷേ ഇന്ന് കാണാൻ കഴിയാത്ത അവസ്ഥ. അത് എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് പോലും അറിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹമോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹം എവിടെയാണ് ഉള്ളതെന്ന് പോലും അറിയാത്ത നിരവധിയായിട്ടുള്ള, അതാണ് ഞാൻ നേരത്തെ ഈ ലൈവിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഞാൻ ബിനിലിനോട് സൂചിപ്പിച്ചത്. ഇന്ന് രാത്രി ആർക്കാണ് ഉറങ്ങാൻ വേണ്ടി കഴിയും? ഈ ക്യാമ്പിലെന്നല്ല, കേരളത്തിലെ ഓരോ മലയാളികൾക്കും ലോകത്തിലെ ഓരോ മനുഷ്യർക്കും ഈ ദുരന്തം കണ്ടുകൊണ്ട് ഈ ദുരന്തത്തെ മനസ്സിലോർത്തുകൊണ്ട് ആർക്കാണ് ഇന്ന് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഒരിക്കലും ഇന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി കഴിയില്ല. ഓരോ സമയത്തും പോലെ തന്നെ ഇത് ഉരുൾപൊട്ടലല്ല, മലയാളിയുടെ നെഞ്ചുപൊട്ടലാണ്, ഉള്ളുപൊട്ടലാണ്. വയനാടിൻ്റെ ഉള്ളുപൊട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഉള്ളു പൊട്ടിയൊലിച്ച് വന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നമ്മൾ അറിയുന്നവർ അറിയാത്തവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്.